കിഴക്കൻ വെള്ളത്തിന്റെ വരവ് ശക്തമായതോടെ ആലപ്പുഴയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. രോഗികളും വയോധികരുമടക്കം നിരവധി പേരാണ് ആലപ്പുഴ പോഞ്ഞിക്കരയിൽ ദുരിതം അനുഭവിക്കുന്നത്. വീടിന് കിലോമീറ്ററുകൾക്കപ്പുറമാണ് ഈ ക്യാമ്പുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് എന്ന വിഷയത്തിൽ നഗരസഭ കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ല എന്നുകൂടി പ്രദേശവാസികൾ പരാതിപ്പെടുകയാണ്. ആലപ്പുഴയിൽ നിന്നും YS അഭിനന്ദ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് കാണാമെങ്കിൽ. രാവിലെ മുതൽ ആലപ്പുഴ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ശക്തമായ കാറ്റിലും മഴയിലും ദുരിതത്തിലായിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഇവിടുത്തെ പ്രദേശവാസികൾ. ഇപ്പോൾ നമ്മളുള്ളത് ആലപ്പുഴ പോഞ്ഞിക്കരയിലാണ്. KSRTC ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തുള്ള പ്രദേശം, ബോട്ട് ജെട്ടിക്ക് തൊട്ടടുത്തുള്ള പ്രദേശമാണ്. ഇത്തരത്തിലേക്ക് 36 കുടുംബങ്ങളാണ് ഇപ്പോൾ ഒറ്റപ്പെട്ട സാഹചര്യത്തിലേക്ക് പോകുന്നത്. ഈ റോഡ് ഏതാണ്, തോടേതാണ്, വീട് ഏതാണെന്ന് പോലും അറിയാത്ത സാഹചര്യമാണ് നിലവിൽ ആലപ്പുഴയുടെ പല ഭാഗങ്ങളിലുമുള്ളത്. കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കൂടി ശക്തമായതോടുകൂടി വലിയ ദുരിതത്തിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. അവിടെ തന്നെ ഇപ്പോൾ 24 ചേരുകയാണ്. ചേട്ടാ, കുറച്ച് ദിവസങ്ങളായിട്ട് ഇത്തരത്തിലേക്കാണോ? കുറച്ച് ദിവസമായിട്ട് വെള്ളമുണ്ട്. അപ്പൊ നേരത്തെയും ഇങ്ങനെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടോ? മുമ്പോട്ടുണ്ട് വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. ഇന്നിച്ചിരി കൂടുതലാണ് വെള്ളം. അപ്പം ആരെങ്കിലും ഇടപെട്ടിരുന്നോ നഗരസഭയിൽ നിന്ന്? നഗരസഭ ചെയർമാൻ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ കിഴക്കൻ വെള്ളത്തിന്റെ വെള്ളം അമിതമായി കയറുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലും നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. ശക്തമായ മഴ ഇനി പെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം 10-40 കുടുംബങ്ങൾ അധികം വെള്ളത്തിനടിക്കാൻ സാധ്യതയുണ്ട്. ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊക്കെ മാറ്റാനായിട്ട് നിർദ്ദേശമുണ്ട്. ഇവിടെ അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടില്ല. ഇവിടെ തിരക്കിട്ടില്ല ആരും. ആ ഒരു അവസ്ഥയുണ്ട്. ഇവരൊക്കെ വീട്ടിൽ ചെന്ന് നോക്കിയാൽ എന്തുമാത്രം വെള്ളം അറിയാമോ? ചേച്ചി, ഇപ്പൊ എങ്ങനെയാ ഇപ്പോഴത്തെ സാഹചര്യം? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് താമസിക്കാൻ പോലും വയ്യാതെ കിടക്കും. അവിടെ വീടിനകം മൊത്തം കട്ടിലേലുള്ള സാധനങ്ങളൊക്കെ പെറുക്കി വെച്ചിരിക്കുക. കൗൺസിലറിനോട് സംസാരിച്ചു. കൗൺസിലർ പറഞ്ഞ ക്യാമ്പ് നടത്താൻ പള്ളാത്തുരുത്തി ചെല്ലണം. അവിടെ പോകാനുള്ള സൗകര്യം ഞങ്ങൾക്ക് പറ്റത്തില്ല. നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ട് പോയി ഇതൊഴുകിപ്പോയാൽ ഞങ്ങൾ അറിയൂ. ആലപ്പുഴയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലേക്കുള്ള അവസ്ഥയാണുള്ളത്. ശക്തമായ കാറ്റിലും മഴയിലും ഇന്ന് 3 മരണമാണ് ഈ ആലപ്പുഴ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഹരിപ്പാട് വള്ളം മറിഞ്ഞ് ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചു. മത്സ്യബന്ധനത്തിനായി എത്തിയ മത്സ്യത്തൊഴിലാളിയാണ് മരിച്ചത്. അങ്ങനെ വല്ലാത്ത അവസ്ഥയാണ്, ദുരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈ ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള മഴക്കെടുതിയാണ് വിവിധ ഭാഗങ്ങളിൽ ആലപ്പുഴയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടാകും. എന്തായാലും അത്തരത്തിലേക്കുള്ള പ്രദേശവാസികളും ഒരു പ്രതിഷേധം അവർ രേഖപ്പെടുത്തുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ മറ്റ് സ്ഥലത്തേക്ക് മാറ്റുന്നില്ല. അവർക്ക് വലിയ പ്രതിഷേധമുണ്ട്. ഈ നമ്മൾ നിൽക്കുന്ന പ്രദേശത്താണ് ഇന്നലെ ഈ വീട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ആ വെള്ളത്തിൽ തന്നെ വീണ് ഒരാൾ മരിക്കുന്ന സാഹചര്യമുണ്ടായി. 67 വയസ്സുള്ള അനിരുദ്ധനാണ് മരിച്ചത്. ആലപ്പുഴ നഗരത്തിന്റെ ഹൃദയഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തുള്ള ബോട്ട് ജെട്ടിക്ക് തൊട്ടടുത്തുള്ള പ്രദേശമായ പോഞ്ഞിക്കരയിലാണ് ഇത്തരത്തിലേക്ക് വലിയ രീതിയിൽ തന്നെ വെള്ളക്കെട്ട് അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇവിടെ കുട്ടികൾക്കൊക്കെ നാളെ മുതൽ സ്കൂളിൽ പോകേണ്ട സാഹചര്യമുണ്ട്. അവർക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. അങ്ങനെ പ്രദേശവാസികൾ അനുഭവിക്കുന്ന വലിയ ദുരവസ്ഥയാണ്. ഈ ദുരവസ്ഥയിൽ കൃത്യമായ ഇടപെടൽ നഗരസഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള ആക്ഷേപവും ഇപ്പോൾ പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നും ഷിബിൻ ബഷീറിനൊപ്പം YS അഭിനന്ദ്, 24.